LDFന് തുടർഭരണം ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ലെന്ന് മുൻ മുഖ്യമന്ത്രിയും CPI നേതാവുമായിരുന്ന C. അച്യുതമേനോന്റെ മകൻ ഡോക്ടർ V. രാമൻകുട്ടി 24നോട്. തന്നെയും ചില ഇടനിലക്കാർ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് തന്നെയാണ് ഉറച്ച നിലപാടെന്നും 24ന്റെ മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയിൽ V. രാമൻകുട്ടി പറഞ്ഞു. കാണാം മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി. മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പട്ടത്തേക്കാണ്. പട്ടത്ത് നമുക്ക് കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒന്ന് എന്ന് ഇപ്പോഴും ജനങ്ങൾ വിധി എഴുതുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ യാത്ര. വിനീത, അപ്പം നമ്മൾ അഡ്രസ്സിൽ എത്തിയിട്ടുണ്ട്. നേരിട്ട് പരിചയപ്പെടാം. വിനീത, നമ്മൾ എത്തി. ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഒന്നിച്ച് മുഖ്യമന്ത്രിയായ റെക്കോർഡിനുടമ, ഒപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായമാരിൽ ഒരാളായ ചേലാട്ട് അച്യുതമേനോൻ, C. അച്യുതമേനോന്റെ മകനാണ് V. രാമൻകുട്ടി. സാർ, ഇപ്പോഴും 50 വർഷത്തെ അല്ലെങ്കിൽ അരനൂറ്റാണ്ടിന് ശേഷവും കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ, ഏറ്റവും സത്യസന്ധനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി കാണുന്നത് അങ്ങയുടെ ഒരു പിതാവിനെയാണ്. എങ്ങനെയാണ് ഓരോ ഓർമ്മകൾ? അദ്ദേഹം മുഴുവൻ സമയം, ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയായ അദ്ദേഹം അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഒരു കാലത്തും ഒരു സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ ആദ്യം ധനകാര്യമന്ത്രിയായ 57 അപ്പോഴും മന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചതല്ല, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്ന് പാർട്ടി പറഞ്ഞതനുസരിച്ച് മന്ത്രി സ്ഥാനം ഏറ്റെടുത്തതാണ്. എൻ്റെ അച്ഛന് വളരെ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഫുട്ബോൾ. പലർക്കും അറിയാത്ത കാര്യമാണ്, അച്ഛൻ കളിക്കുമായിരുന്നു. അച്ഛൻ കോളേജ് ടൈമിൽ ഫുട്ബോളറായിരുന്നു. കഥകളി ഭയങ്കര കമ്പമായിരുന്നു. സാഹിത്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ടു ഗീവ് അപ്പ് സോർട്ട് ഓഫ്. അത് അവസാനം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കുറേയൊക്കെ അതിലേക്ക് തിരിച്ചു വന്നത്. അങ്ങ് അത്തരത്തിൽ മത്സരിക്കാനുള്ള ഒരു പാർട്ടി നേതാക്കളൊക്കെ ആയിട്ട് അടുപ്പമുണ്ട്. അപ്പം അങ്ങനെ ആവശ്യപ്പെടുകയോ അഭ്യർത്ഥിക്കുകയോ എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടില്ല? ഞാനങ്ങനെ ആരോടും, എനിക്ക് താല്പര്യമില്ലാത്ത അങ്ങയോട് അവരാരും അഭ്യർത്ഥിച്ചിട്ടില്ല. ഇടക്കാലത്ത് ഈ തെരഞ്ഞെടുപ്പിലല്ല, വേറൊരു തെരഞ്ഞെടുപ്പിൽ ഈ നേതാക്കന്മാരല്ല, അല്ലാതെ ചില ഇടനിലക്കാർ വന്നിട്ട് നിങ്ങളൊരു നല്ല സ്ഥാനാർത്ഥിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇനി ആ തീരുമാനത്തിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോവാണ്, അതിലൊരു മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യത? ഇപ്പോ 72 വയസ്സായി. ഇനിയിപ്പോ ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നും വരാൻ പോകുന്നില്ല. തുടർച്ചയായ ഒരു 10 വർഷത്തെ ഒരു തുടർ ഭരണം, ഇനിയിപ്പം ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് ഇടത് സർക്കാർ തന്നെ എത്തും എന്നങ്ങ് കരുതുന്നുണ്ട്? തുടർച്ച ഉണ്ടാകുമെന്ന് 100% പറയാൻ എനിക്ക് ഉറപ്പില്ല. കാരണം പല ഫാക്ടേഴ്സും ഉണ്ട് അതിൽ. പക്ഷേ നല്ല ചാൻസും ഉണ്ട്, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 50-50 ആണെന്ന്. ഡീലുകൾ നടന്നിരിക്കുന്നു എന്ന് പരസ്പര പ്രത്യാരോപണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ആളുകൾ ക്രോസ് വോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അത് ഡീൽ ഉറപ്പിച്ചിട്ടാണോ എന്ന് അതിപ്പോൾ നമുക്ക് ആരോപിക്കാമെന്നല്ല. അതൊക്കെ ഈ രാഷ്ട്രീയമായ ചില പ്രത്യാരോപണങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഡെഫിനറ്റ് ആയിട്ടൊരു പാക്റ്റ് പോലെയുള്ള സംഗതിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുപോലുള്ള കൂടുതൽ ആളുകളെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് ചികഞ്ഞെടുക്കാനുണ്ട്, കൂടുതൽ പേരെ പരിചയപ്പെടാനുണ്ട്. ഇതെല്ലാമായി നമ്മുടെ മിസസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.